കുടുംബശ്രീയുടെ ഔദ്യോഗിക യോഗത്തിൽ പോയി വോട്ട് അഭ്യർത്ഥിച്ചത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന കളക്ടർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള താക്കീതുണ്ട്. അതുകൊണ്ട് ഔദ്യോഗിക യോഗമാണോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ഇനി പങ്കെടുക്കത്തുള്ളൂ. കുടുംബശ്രീയിലെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെല്ലാം യോജിച്ചു നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തെറ്റ് ഇന്ന് കെട്ടിവെക്കാനുള്ള പണം അവരാ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കുടുംബശ്രീക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞും ഇനി എന്ത് ചെയ്യും എന്നും പറഞ്ഞും വോട്ടും പ്രചരണവും നടത്തും. എന്നാൽ ഒരു കാരണവശാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു യോഗത്തിലും പങ്കെടുക്കുന്നതല്ല. ഇല്ല, നമ്മുടെ പ്രവർത്തകർ കൊണ്ടുപോയി ഞാൻ പോയി. ഇല്ല കളക്ടർ പറഞ്ഞാൽ ശരിയാ. ഔദ്യോഗിക പരിപാടി തന്നെ. ഔദ്യോഗിക പരിപാടി വെച്ചാൽ കുടുംബശ്രീ മിഷന്റെ അല്ല, അവിടുത്തെ CDS വിളിച്ചു ചേർത്താണ്. അപ്പോൾ വേണമെങ്കിൽ പറയാം കുടുംബശ്രീ മിഷൻ അല്ലാത്തതുകൊണ്ട് ഔദ്യോഗിക പരിപാടിയല്ല, ആ പഞ്ചായത്തിൽ CDS വിളിച്ചതാണ് എന്ന് പറയാം. ഞാൻ ആ ഭാഗത്തിന് നിൽക്കുന്നില്ല. CDS വിളിക്കണ്ട, ഞങ്ങൾ വിളിച്ചാലും ഇതെല്ലാം ഇവരൊക്കെ വരും. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ സർക്കാർ പരിപാടികളിൽ സർക്കാർ പരിപാടിയിൽ ഔദ്യോഗികമായിട്ട് പങ്കെടുക്കില്ലല്ലോ. അപ്പോൾ ഇത് അവിടുത്തെ CDS വിളിച്ചതാണ്. എന്നാലും CDSും അത് ഔദ്യോഗികമായിട്ട് കണക്കാക്കണമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ, നമുക്ക് തർക്കമൊന്നുമില്ലെന്ന്. പിന്നെ അല്ലാതെ പക്ഷെ കുടുംബശ്രീനെ ഈ യോഗം വിളിക്കുമെന്ന് ഞങ്ങൾക്കിടെ പ്രവർത്തകരാണ് മഹാഭൂരിപക്ഷം. അവർ വരും, അവർ മറ്റുള്ളവരോട് സംസാരിക്കും. അതിനൊന്നും യാതൊരു തെറ്റുമില്ല. കുടുംബശ്രീയിലെ ഇലക്ഷൻ നടക്കുന്നത് വോട്ട് നടത്തുന്നത് ഇലക്ഷൻ അടിസ്ഥാനത്തിലല്ലേ, അല്ലാതെ കോൺസെൻസസ് അല്ലല്ലോ. വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ട്. ഇല്ലേ, സർക്കാർ സമിതി ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവിടുത്തെ CDS വിളിച്ചത് ഉള്ള ഔപചാരികമായിട്ടുള്ള യോഗം വരുന്നത് എനിക്കറിഞ്ഞുകൂടാ. അച്ഛോ പ്രശ്നം എന്തോ ഞാൻ വീക്ഷണം പത്രത്തിൽ നിന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കണ്ടു. മുഖാമുഖത്തിൽ ഉത്തരം മുട്ടി തോമസ് ഐസക് മുഖാമുഖ പരിപാടി നിർത്തിവെച്ചിരിക്കുകയാണ്. പിന്നെ ചില ചോദ്യങ്ങളും എനിക്ക് ഉത്തരം മുട്ടിച്ച ചോദ്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന വീക്ഷണത്തിൻ്റെ എഡിറ്ററോട് ഇതാണ്: ദയവ് ചെയ്ത് നിങ്ങളുടെ ഏറ്റവും മിടുക്കന്മാരായ റിപ്പോർട്ടർമാരുടെ സംഘത്തെ അയക്കാം, മുഖാമുഖ പരിപാടിയുമൊക്കെ അറേഞ്ച് ചെയ്യാം. എന്ത് ചോദ്യം ചോദിക്ക്, എന്നൊന്ന് ഉത്തരം മുട്ടിക്ക്. വാ. അത് അവർക്ക് വേറെ പണിയില്ലെങ്കിൽ അവർ വെച്ച് കിട്ടിയത് പേടിയുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു CDSന്റെ യോഗത്തിൽ പങ്കെടുത്തതിൽ ഇത്ര ഭയപ്പെടേണ്ട കാര്യമെന്നത്. ഭയം ഗ്രസിച്ചിരിക്കുകയാണ്. കാരണം മുമ്പില്ലാത്തൊരു ആവേശവും പ്രതികരണവും കുടുംബശ്രീ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവർ വലിയ തോതിൽ എൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. എല്ലാ മുഖാമുഖത്തിലും ചോദ്യങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കാണുമ്പോൾ അവർക്കൊരു അങ്കലാപ്പുണ്ടാവും. അല്ല വേറെന്ത്.